നമസ്കാരം, സുമിയാണ്. ലൈഫ് ഓഫ് അരുൺ സുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പതിവ് പോലെയല്ല നമ്മളിന്ന് വീഡിയോ കാണിക്കുന്നത്. ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു സൂര്യോദയം കാണിച്ചിട്ട് വീഡിയോ തുടങ്ങാമെന്ന്. രാവിലെ എണീറ്റപ്പോഴാണ് ആകാശത്തിൻ്റെ ഇത്രയും നല്ലൊരു ഭംഗി എനിക്ക് കാണാൻ പറ്റിയത് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തന്നെ ക്യാമറ എടുത്തുകൊണ്ടുവന്ന് നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന്. പഞ്ഞിക്കെട്ടുകൾ പോലെ നിറഞ്ഞു നിൽക്കുന്ന ആകാശമായിരുന്നു. ആകാശത്തിൽ ആ പഞ്ഞിക്കെട്ടിൻ്റെ ഇടയിൽ കൂടെ നല്ല സ്വർണ്ണവർണ്ണ നിറത്തിലുള്ള ഓരോ ഭംഗിയിലുള്ള ഓരോ നിറങ്ങളും ഓരോ വെളിച്ചം വരാൻ തുടങ്ങി. അപ്പം ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തുകൊണ്ടുവന്ന് ഇത് പകർത്തിയെടുക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ അവിടെ സൂര്യൻ ഉദിച്ചിട്ടില്ല, സൂര്യൻ ഉദിക്കാൻ തുടങ്ങുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ആകാശത്തിൻ്റെ അവസ്ഥയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ പുറത്ത് നിന്ന് എടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ആകാശം കണ്ടില്ലേ, അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ് ഓരോ കളറുകൾ കൊണ്ട്. ഒരു ഗോൾഡൻ കളറ്, സ്വർണ്ണവർണ്ണം, എന്താ പറയുക, നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അപ്പുറത്ത് കണ്ട വീട് നമ്മുടെ തമാലേൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, പഞ്ഞിക്കെട്ട് പോലെ ഇതിൻ്റെ ബാക്കിലൊക്കെ ലൈറ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട്, സൂര്യൻ്റെ വെളിച്ചം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുമായിരുന്നു. കണ്ടില്ലേ ആകാശത്തിൻ്റെ ഒരു ഭംഗി, എത്രത്തോളം ഭംഗിയുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്നും ഇതുപോലെ കാണാൻ പറ്റൂ കേട്ടോ. നമുക്ക് എന്നും കാണാറുണ്ട് ഞാൻ. അപ്പം നിങ്ങൾക്കിത് ഒരു ദിവസം കാണിച്ചു തരണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ എന്ത് ഭംഗിയാണ്. അപ്പോൾ ആ മലേൻ്റെ ബാക്കിൽ, മേഘത്തിൻ്റെ ബാക്കിലായിട്ട് നമ്മുടെ സൂര്യൻ ഇങ്ങനെ പൊന്തി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി പതിയെ പതിയെ ഇത് പൊന്താൻ തുടങ്ങും. അതേപ്പോൾ കുറച്ചുകൂടെ ഒന്ന് മുകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സൂര്യോദയമൊക്കെ കണ്ട് നല്ല മൈൻഡൊക്കെ ഫ്രഷായിട്ട് നമുക്ക് ഓരോ ദിവസം ഇവിടെ നിന്ന് തുടങ്ങാൻ പറ്റും. അത്ര നല്ല ഭംഗിയാണ് ഇവിടുത്തെ ഓരോ പ്രകൃതിയിൽ ഓരോ കാഴ്ചകളും കാണാൻ. അപ്പോൾ ഇന്നത്തെ കാഴ്ച നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് നമ്മുടെ സൂര്യൻ ഇങ്ങനെ പൊന്തി വരുന്ന കാഴ്ചയാണ്. എന്തൊരു ഭംഗിയാണ്, എനിക്ക് പറഞ്ഞറിയിക്കാൻ തന്നെ പറ്റുന്നില്ല. നമ്മുടെ കൃഷിയിടത്തിൽ ചെടികളുടെ ഇടയിലൂടെ കണ്ടില്ലേ സൂര്യപ്രകാശമൊക്കെ വന്ന് നല്ല ഭംഗിയായിട്ട്. ഇപ്പോൾ സൂര്യൻ അത്യാവശ്യം മുകളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നേരം വെളുത്ത് തുടങ്ങിയിട്ടുണ്ട്. സൂര്യൻ്റെ കിരണങ്ങൾ എല്ലായിടത്തും എത്തി തുടങ്ങിയിട്ടുണ്ട്. പതിയെ 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 സൂര്യൻ പൊന്തി വരികയാണ്. അപ്പോൾ ആകാശത്തിനാണെന്നുണ്ടെങ്കിലും ആദ്യം കണ്ട ആ ഒരു ഭംഗിയൊക്കെ മാറി, അതായത് മേഘങ്ങളൊക്കെ കുറച്ചൊക്കെ മാറി. ഇപ്പോൾ കുറച്ചേ ഉള്ളൂ. അപ്പോൾ സൂര്യൻ ഏകദേശം മുകളിലേക്ക് പൊന്തി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പുകയിലേൻ്റെ ഭംഗിയായിരുന്നു ഞാൻ എല്ലാവർക്കും കാണിച്ചു തന്നതില്ലേ. നമ്മുടെ ഭൂമിയിലെ ഭംഗിയായിരുന്നു ഞാൻ ഭൂമിയുടെ നിലത്തുള്ള ഭംഗിയായിരുന്നു ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഭൂമിയുടെ ആകാശത്തുള്ള ഭംഗിയാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോരോ ഭംഗികളാണ് ഇവിടെ ഉള്ളത്. അതായത് പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ നമ്മുടെ മലാവി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഇവിടെ വെച്ച് തുടങ്ങാം. അപ്പോൾ രാവിലെ സൂര്യോദയമൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിച്ച് വന്നപ്പോഴത്തേക്കും തമാല ഇവിടെ അടുക്കളയിൽ ഭയങ്കര കുക്കിംഗ് ആയിരുന്നു കേട്ടോ. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പുട്ടാണ്. ഗോതമ്പിൻ്റെ പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള കറിക്കുള്ളത് തമാല തക്കാളി അതൊക്കെ അവിടെ അരിഞ്ഞു വെക്കുന്നുണ്ട്. ഇന്ന് ഗോതമ്പിൻ്റെ പുട്ടും അതുപോലെ തന്നെ ചിക്കൻ കുറുമ ഉണ്ടാക്കാമെന്ന് കേട്ടോ ഞാൻ വിചാരിച്ചത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ചിക്കൻ കുറുമ ഈ പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് കുറച്ച് ഹെൽത്തി വേ ആയിക്കോട്ടെ, നമുക്ക് കുറച്ച് ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഗോതമ്പ് നല്ലോണം ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ആ ചൂടാക്കിയതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുകയല്ല, അങ്ങനെ തരിത്തരി പോലെ ആക്കി എടുക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിക്കുന്നത്. നമ്മൾ ചൂടാക്കി എടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് പശപ്പ് പോലെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഗോതമ്പുട്ട് ഉണ്ടാക്കുമ്പോൾ ചൂടാക്കിയെടുക്കുന്നത്. പിന്നെ എല്ലാവരും ഗോതമ്പുട്ട് ഏത് രീതിയിൽ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് ഈ ഒരു രീതിയിലാണ്. പൊടി ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിൽ ഉപ്പിട്ട് പിന്നെ നമ്മൾ വെള്ളം ചെറുതായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെറിയ കട്ട പോലെ വരും. അത് കുറേ നേരം ഇങ്ങനെ നമ്മൾ കുഴച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഇതുപോലത്തെ അരിപ്പൊടീൻ്റെ പോലത്തെ പുട്ടിൻ്റെ പൊടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ തേങ്ങയൊക്കെ ചിരക്കി വെച്ചിട്ടുണ്ട് പുട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് പുട്ടുണ്ടാക്കണം. പിന്നെ നമ്മൾ കുറുമ ഉണ്ടാക്കുന്നതിന് തക്കാളി ആവശ്യമില്ല കേട്ടോ. അപ്പം തക്കാളി തമ്മിൽ അറിയാതെ കട്ട് ചെയ്ത് വെച്ച് പോയതാണ്. രാവിലെ എന്ത് കറി ഉണ്ടാക്കുകയാണെങ്കിൽ തക്കാളി ആവശ്യമുണ്ടല്ലോ. അപ്പോൾ നേരത്തെ തന്നെ തക്കാളി അങ്ങ് കട്ട് ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ തേങ്ങയ്ക്ക് ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊന്നും കൂടി ചെറുതാക്കണം. നമ്മൾ ഇതേപോലെ തേങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഗ്രൈൻഡ് ചെയ്യുകയാണ് ചെയ്യുക. കാരണം ചിരവിയൊന്നും വിടലില്ല. അപ്പം നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. പിന്നെ കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബദാമാണ് ആവശ്യം, കശുവണ്ടിയാണ് ആവശ്യം. കശുവണ്ടി ഇല്ലെങ്കിൽ നമുക്ക് ബദാം എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ബദാം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. പിന്നെ വെളുത്ത ഉള്ളി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഒന്നാമത്തെ കുറ്റി പുട്ട് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ,
സോറി, ഒന്നാമത്തെ അല്ല, ഒരു കുറ്റിപ്പുട്ട് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2 കുറ്റിപ്പുട്ട് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഓരോരോ പണികളിലാണ് കേട്ടോ. അപ്പോൾ കിച്ചണൊക്കെ ആകെ അലങ്കോലമായിരിക്കും, അറിയാമല്ലോ. മോർണിംഗിൽ മാത്രമല്ല, നമ്മൾ ലഞ്ചിന് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ, എപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുക്കിംഗ് കഴിയണവരെ കിച്ചൺ ഭയങ്കര അലമ്പായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം അടുക്കി ഒതുക്കി പൊക്കി വെക്കണം പണിയായിരിക്കും. അപ്പോൾ നമ്മൾ തേങ്ങേൻ്റെ 1-ാം പാലാട്ടോ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. തമാലപ്പോൾ ചെയ്യുന്നത് തേങ്ങേൻ്റെ പാലെടുത്തുകൊണ്ടിരിക്കുകയാണ്. 1-ാം പാൽ ഞാൻ എടുത്തപ്പോൾ ബാക്കി അത് ഞാൻ കാണിച്ചു കൊടുത്തു എങ്ങനെയാണ് പാലെടുക്കുന്നത് എന്നുള്ളത്. ബാക്കി തമാല ചെയ്യുന്നുണ്ട്, 2-ാം പാലൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ പാലൊക്കെ എടുത്തതിന് ശേഷം ഞാനിവിടെ ബദാം നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തൊലി ഞാൻ കുറേ നേരം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊലി പെട്ടെന്ന് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഇട്ടിട്ട് ഇച്ചിരി നേരം ആയിട്ടുള്ളൂ. അതാണ് ഞാനൊന്ന് ജസ്റ്റ് കത്തിയും കൊണ്ടൊന്നാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചത്. കാരണം നമ്മളത് കുതിർന്ന് വരാനുള്ള സമയം നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കത്തിയും കൊണ്ടെങ്കിൽ കത്തിയും കൊണ്ട് അതൊന്ന് നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പെട്ടെന്ന് കുതിർന്നിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇളം ചൂടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതൊന്ന് കുതിർന്ന് കിട്ടും. ഈ ആൽമണ്ട് തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ ശരിക്കും ഇതിൽ എടുക്കുന്നത് കശുവണ്ടിയാണ്. കശുവണ്ടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആൽമണ്ട് എടുത്തു എന്നുള്ളൂ. പിന്നെ തമ്മാലവിടെ പാലെടുക്കുന്ന തിരക്കിലാണ്, തേങ്ങാപ്പാലെടുക്കുന്ന തിരക്കിലാണ്. ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ട് എങ്ങനെയൊക്കെ എടുക്കണ്ടേ, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞു കുറുമയൊക്കെ നമ്മൾ ഇടയ്ക്കേ ഉണ്ടാക്കുള്ളൂ, അപ്പോൾ അത്രയ്ക്കൊന്നും ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർക്ക് കുക്കിങ്ങിൽ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഓരോന്നും പഠിച്ചെടുക്കണം, ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് കേട്ടോ. അപ്പോൾ അവളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അടുപ്പത്ത് നമ്മുടെ പുട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അപ്പം നമുക്ക് നമ്മുടെ കുക്കിങ്ങിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ പുട്ടും കുറ്റീനെ ഞാൻ മറ്റേ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരടുപ്പിൽ നമ്മൾ കുറുമ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. എണ്ണ ചൂടായ ചട്ടിയിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 വലിയ പച്ചമുളക് നടുവേ കീറിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം കേട്ടോ. ഇവിടെ ഞാൻ ഓൾറെഡി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പക്ഷെ ഒരുപാട് നമ്മൾ കളർ ചേഞ്ച് ചെയ്യണ വരെ ആവണ്ട കേട്ടോ. ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമ്മളത് എടുത്ത് മാറ്റി വെച്ച് തണുത്ത് കഴിയുമ്പോൾ നമ്മളത് പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കുക. അപ്പം അതിന് ശേഷം ഞാൻ വേറൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ്, ഇതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള കുക്കിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഗ്രാമ്പൂ, പട്ട, അതുപോലെ ഒരു 2-3 ഏലക്കായും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ആ എണ്ണയിൽ. അതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ പൊടി ചേർക്കുമ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചേർക്കണതിലേക്ക് അരിഞ്ഞു പോകും പെട്ടെന്ന്. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തു, മല്ലിപ്പൊടി ചേർത്തു, അതുപോലെ തന്നെ അവസാനം കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്തു. ഈ 3 പൊടികളും കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പം പൊടികളൊക്കെ നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ട് വേണം ചേർക്കാൻ. ഈ 3 പൊടി മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പെട്ടെന്ന് അടി പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടി ഒരു ഇത്തിരി വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അപ്പോൾ ആ ഇത്തിരി വെള്ളം ചേർക്കുമ്പോൾ ഒരു പേസ്റ്റിൻ്റെ പോലെ, അതായത് ഇച്ചിരി വെള്ളത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ വരും. അങ്ങനെ നമ്മളൊന്ന് ചൂടാക്കിയെടുക്കുക. പിന്നെ ഞാൻ ഈ കുറുമയൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുള്ള യൂട്യൂബിൽ നിന്നാണ് കേട്ടോ. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത്. അപ്പം അതിൻ്റേതായിട്ടുള്ള രീതി തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ പൊടിയൊക്കെ ഒന്ന് മൂത്ത് വന്ന്, അതായത് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള സബോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി നമ്മൾ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് അരയ്ക്കാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അരച്ച് വെച്ചതാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആ അരപ്പ് കൂടെ ഇതിൽ ചേർത്ത് അരപ്പും ആ മസാലയും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നന്നായിട്ട് മിക്സാക്കി വേവിച്ചെടുക്കണം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറണ പോലെ, അതായത് നമ്മൾ ഓൾറെഡി ഒന്ന് വഴറ്റിയെടുത്താണ്, എന്നാലും അത് രണ്ടും കൂടി മിക്സാക്കി നന്നായിട്ട് അതിൻ്റെ ഒരു ഇത് യോജിക്കുന്ന വരെ നമ്മൾ ഇളക്കിയെടുക്കണം. അത് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ 2-ാം പാൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. 2-ാം പാൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അത് നന്നായിട്ട് വേവിച്ചെടുക്കണം. എന്നിട്ടാണ് അതിലേക്ക് നമ്മൾ ചിക്കൻ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം
തേങ്ങ ഞാൻ ആകെ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്, കാരണം കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അത് വേണ്ടിയിട്ട് ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അരമുറി തേങ്ങ എടുത്ത് കഷ്ണം മുറിച്ചിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ചിരവയില്ലാന്ന്, അപ്പോൾ അതിന് പകരം കഷ്ണം മുറിച്ച് അരച്ചിട്ട് ഇത്തിരി നമ്മുടെ ചൂടുവെള്ളം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടില്ലേ. അത് ഞാൻ പിഴിഞ്ഞ സമയത്ത് പറയാൻ മറന്നതാണ്. തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തപ്പോൾ ഇത്തിരി ചൂടുവെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. പെർഫെക്റ്റായിട്ട് തേങ്ങാപ്പാൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. പിന്നെ ആ ഒരു നമ്മുടെ തേങ്ങാപ്പാലും മറ്റേ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ ചിക്കൻ, ചെറുതായിട്ട് കഷ്ണം മുറിച്ച ചിക്കൻ ഉണ്ടായിരുന്നു, അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറുമ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുക്കാനാണ് നോക്കേണ്ടത്, അതായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളൊക്കെ അരിയും വേണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അതായത് എല്ലായിടത്തും ചിക്കൻ എല്ലായിടത്തും ഇത് അരപ്പും ഇതിൻ്റെ മസാലകളൊക്കെ പിടിച്ചു കിട്ടുകയും ചെയ്യും. അപ്പം ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒരു ഇത്തിരി നേരം നമ്മൾ കവർ ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അത് ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് ബദാം അരച്ച് വെച്ചാണ് കേട്ടോ. നമ്മൾ നേരത്തെ ബദാം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നല്ല പേസ്റ്റായിട്ട്, നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബദാം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ കശുവണ്ടിയും ചേർക്കാം, അല്ലെങ്കിൽ ആൽമണ്ടും ചേർക്കാം കേട്ടോ. അത് നമ്മുടെ ചോയ്സാണ്. രണ്ട് ചേർത്താലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ബദാം ചേർത്ത് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇളക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു ഇത്തിരി കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാല പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്താണ് നമ്മൾ ഗരം മസാലയൊക്കെ ചേർക്കേണ്ടത്. നമ്മൾ ഉള്ളിയൊന്നും വഴറ്റുന്ന സമയത്ത് മസാലകളൊന്നും ചേർക്കരുത് കേട്ടോ, കാരണം നമ്മളത് പേസ്റ്റാക്കി എടുക്കാനുള്ളതല്ലേ. അപ്പോൾ അന്നേരം ഒന്നും മസാല ചേർക്കരുത്. അപ്പോൾ ഞാൻ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അത് ഇളക്കിയതിന് ശേഷം നമ്മൾ ഒന്നാം പാല്, തേങ്ങേൻ്റെ ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കുക. അന്നേരം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തേങ്ങേൻ്റെ ഒന്നാം പാലും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറുമയിൽ നമ്മൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം എണ്ണ ചൂടാക്കി അതിൽ കടുകും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഒന്ന് താളിച്ചൊഴിക്കാവുന്നതാണ്. പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല കേട്ടോ, എനിക്കെന്തോ അതിനോട് അത്ര ടേസ്റ്റ് തോന്നിയിട്ടില്ല. അല്ലാതെ കഴിക്കുമ്പോഴാണ് കുറുമയ്ക്ക് ഒരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കുറുമ കറി ഇവിടെ വെച്ച് തീരെയാണ്. ഇത്രയുള്ള കുറുമേൻ്റെ റെസിപ്പീസ് എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മൾ ഗോതമ്പ് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കുറുമ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തേത് ഒരു ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ. മോർണിംഗ് വ്ളോഗ് മാത്രമേ എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ, തീരെ സമയമില്ലാത്തതുകൊണ്ടായിരുന്നു, വേറെ കുറച്ച് തിരക്കുള്ളതുകൊണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ടാറ്റ, ബൈ ബൈ.